ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പോൾ നമുക്കിന്ന് സ്കിൽഡ് വർക്കർ വിസയിലെ ഡിപ്പെൻഡൻറ്റിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന്, അതായത് ഡിപ്പെൻഡൻറ്റ് വിസ എങ്ങനെ എടുക്കാമെന്ന് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളിതിപ്പം കുഞ്ഞ് UK ജനിച്ചത് നമ്മൾ ഇപ്പം പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി UK ആൾക്ക് അപ്ലൈ ചെയ്യുന്ന വിസയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിസയിൽ പോയിട്ട് ഇത് നമ്മളെ ഡിപ്പെൻഡൻറ്റിനെ എടുക്കുക. ഈ ചൈൽഡ് ഇൻസൈഡ് UK എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ജനിച്ച കുഞ്ഞാകുമ്പോൾ നമുക്ക് ബയോമെട്രിക് ഉണ്ടാകത്തില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, വിസ ഉണ്ടാകത്തില്ല, അപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ന്യൂ ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ന്യൂ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ UK അതെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഇതിനകത്ത് ചോദിക്കുന്നതെല്ലാം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതർ ഹോം ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പം അങ്ങനെ കൊടുത്ത് അടുത്ത പേജിലോട്ട് പോയി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും രജിസ്റ്റർ ആൻഡ് ഇമെയിൽ. അപ്പം നമ്മളൊരു മെയിൽ ID യും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. അപ്പം മെയിൽ ID യും പാസ്വേഡും അടിച്ച് കഴിയുമ്പം അത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും സൈൻ ഇൻ ചെയ്യേണ്ടി വരും നമ്മൾ. അപ്പോൾ നമ്മളിതിനകത്ത് നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫോണിലോ ലാപ്ടോപ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേവ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് പിന്നീട് ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് കയറിയാൽ മതിയല്ലോ. അപ്പം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിനി സൈൻ ഇൻ ചെയ്യാനാണ് അടുത്ത ഓപ്ഷൻ കാണിക്കുക. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഗ് ഔട്ട് ചെയ്തിട്ട് അത് സൈൻ ഇൻ ആവുകയാണ്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത പാസ്വേഡ് ഏതാണോ ആ പാസ്വേഡ് അടിച്ച് നമ്മൾ വീണ്ടും സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഇമെയിൽ അഡ്രസ്സിൽ നമ്മളാണ് ആപ്ലിക്കൻ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ നമ്മളാണ് ആപ്ലിക്കൻ്റ് എന്നും പറഞ്ഞാണ് കൊടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ അടുത്തതെന്ന് പറയുമ്പം നമ്മൾ ആരാണ്, അപ്പോൾ എൻ്റെ പേര് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. കാരണം എൻ്റെ വിസയിലാണ് ഇപ്പം കുഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ആരുടെ വിസയിലാണോ അപ്പോൾ അവരുടെ ഡീറ്റെയിലാണ് ഫസ്റ്റ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ഞാൻ ഫുള്ളും ആദ്യം അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. നമ്മൾ നാഷണാലിറ്റി, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ COSൻ്റെ നമ്പർ, പിന്നെ ഇതെല്ലാം നമ്മുടെ COSനകത്ത് ഉണ്ടാവും. അതിനകത്ത് ഓരോ ക്വസ്റ്റ്യനും അവർ ചോദിക്കുന്നതിനെല്ലാം COSനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് COS നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പാസ്പോർട്ടുണ്ടോ, എന്താ ഉള്ളത്, അപ്പോൾ അത് കൊടുക്കുക. വിസയുടെ തുടങ്ങുന്ന ഡേറ്റ്, വിസ അവസാനിക്കുന്ന ഡേറ്റ്, ഇതെല്ലാം COSലുണ്ടാവും. അപ്പോൾ അതെല്ലാം അതിനകത്ത് കൊടുത്തതിന് ശേഷം അടുത്ത പേജിലോട്ട് പോകും നമ്മൾ. ഇത് പോയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ സ്കിൽ വർക്കറിന് പെർമിഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് യെസ് ഉണ്ടായിട്ടാണല്ലോ നമ്മളിപ്പം ഇതിന് ആ വിസയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് യെസ് കൊടുക്കുക. അപ്പോൾ അടുത്തത് നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ നമ്മൾ സ്കിൽഡ് വർക്കർ സ്പോൺസർഷിപ്പ്, അതെ COS നമുക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് ചോദിക്കും. റെഫറൻസ് നമ്പർ അത് നമ്മുടെ COSനകത്ത് ഉണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് റെഫറൻസ് നമ്പർ നമ്മുടെ COSനകത്ത് ഉണ്ടാവും. അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്നാ വർക്ക് സ്റ്റാർട്ട് ഡേറ്റ്, അപ്പോൾ നമ്മുടെ COS എന്നാണ് എന്നുള്ളത് അതിനകത്തും വർക്ക് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അതേപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അടുത്ത പേജിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഡേറ്റ്, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻഡ് ഡേറ്റ് വന്നു. അപ്പോൾ അതും അടിച്ചു കൊടുത്തു. അത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഡ്, നമ്മളെ ഓക്യുപ്പേഷൻ കോഡ്, അത് നമ്മുടെ പറഞ്ഞ പോലെ COSലുണ്ട്. നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളതിൻ്റെയാണ്. അപ്പോൾ പിന്നെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, അപ്പോൾ നമ്മൾ ILR ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ILR ഉണ്ടെന്ന് കൊടുക്കാം, ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇല്ല. പിന്നെ സ്പോൺസർഷിപ്പ് ലൈസൻസ് നമ്പർ കൊടുക്കുക. പിന്നെ ഹെൽത്ത് ആൻഡ് കെയർ വിസ ആണോ, അപ്പോൾ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അപ്പോൾ അത് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത പേജിലോട്ട് പോവുക. അടുത്ത പേജിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ അനുസരിച്ചാണോ നമ്മുടെ സാലറി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്കിൽ അതും നമ്മുടെ COSനകത്ത് പറഞ്ഞിട്ടുണ്ട് S എന്ന്. അപ്പോൾ ഇപ്പോൾ S എന്നല്ല നോ എന്ന് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ S കൊടുത്തു. അപ്പോൾ അത് കഴിയുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും വരുന്നത് നമ്മുടെ COSനകത്ത് ഉള്ള സെയിം സാധനം തന്നെയാണ് ചോദിക്കുന്നത്.
സ്പോൺസർഷിപ്പ് സർട്ടിഫൈ മെയിൻ്റെനൻസ് ഇതും നമ്മുടെ സി ഒ എസിനകത്തുണ്ട്. അതിലും എസ് ആണോ നോ ആണോ എന്ന് സി ഒ എസിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അത് കൊടുക്കുക. അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലോട്ട് പോവുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകും. അടുത്ത പേജിൽ പോയി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഓരോന്നും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മളത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ചൈൽഡിൻ്റെ ഡീറ്റെയിൽസ് അടിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽ ഫുള്ളും കൊടുക്കുക. അപ്പോൾ ആദ്യം പേര് എല്ലാം കൊടുക്കുക. അത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം അടുത്ത പേജിൽ വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ? ഇല്ല. അത് കഴിയുമ്പം കോണ്ടാക്റ്റ് ഇമെയിൽ. അപ്പോൾ നമ്മൾ ഈ സെയിം ഇമെയിൽ ഐ ഡി ആണോ നമുക്ക് വയ്ക്കേണ്ടത്? അപ്പോൾ വേറെ ഇമെയിൽ ഐ ഡി വയ്ക്കണമെങ്കിൽ നമുക്ക് വേറെ വയ്ക്കാം. അപ്പം ഞാൻ ആദ്യം വേറെ പിന്നെ വിചാരിച്ചു വേണ്ട, സെയിം ഇമെയിൽ ഐ ഡി മതിയല്ലോ, 2 ഇമെയിൽ ഐ ഡിയുടെ ആവശ്യമില്ലല്ലോ. അപ്പം സെയിം ഇമെയിൽ ഐ ഡി കൊടുത്തു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോൺ നമ്പർ അപ്പം ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഫോണിൽ എന്നുള്ളതിൻ്റെ ഓപ്ഷനുണ്ട്. അപ്പോൾ അത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും അടുത്തതെന്ന് പറയുമ്പം അഡ്രസ്സാണ്. അപ്പോൾ കുഞ്ഞ് ജനിച്ച് ഇപ്പോൾ തൊട്ടുള്ള അഡ്രസ്സ് എവിടെ ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നിടത്താണെങ്കിൽ അത്, ഇല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അപ്പോൾ ഇന്ന് തൊട്ട് ഇന്ന് വരെ ആയിരുന്നു എന്നുള്ളതൊക്കെ കാണിക്കാം. പിന്നെ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസും അത് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത പേജിലോട്ട് പോകുമ്പോഴത്തേക്കും ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാകുമ്പോഴത്തേക്കും സിംഗിൾ, കാരണം മാരീഡ് അല്ല സ്റ്റുഡൻറ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം റിലേഷൻഷിപ്പിൽ സ്റ്റുഡൻറ്റ് വരത്തില്ല, സോറി. അപ്പോൾ നാഷണാലിറ്റി നമ്മുടെ ഇന്ത്യൻ്റെ രാജ്യമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കുഞ്ഞിന് ജനിച്ച് അപ്പോൾ ആ ദിവസത്തെ ഡേറ്റ് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പം നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ ആണ്. അപ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്യണം അടുത്ത് എന്താ വരുന്നതെന്നുള്ളത് കാണാൻ. അപ്പോൾ ഓക്കെ, അടുത്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രി ഓഫ് ബർത്ത്, അപ്പോൾ നമ്മളിവിടെ യു കെയിലാണല്ലോ ജനിച്ചത്, അപ്പോൾ യു കെയിൽ എവിടെയാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പം അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാസ്പോർട്ട് ഉണ്ടോ എന്നുള്ളത്. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, എന്നിട്ട് പിന്നെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കുഞ്ഞിൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തു. അത് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കും. ബയോമെട്രിക് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ബയോമെട്രിക് ഇല്ല, കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു 2024 തോന്നുന്നു ബയോമെട്രിക് ഇതായത്, ഇപ്പോൾ ഈ വിസ ആക്കിയത്. അപ്പം അതിനുശേഷം എൻ്റെ ബയോമെട്രിക് ഇല്ല. അപ്പോൾ എത്ര നാളിവിടെ യു കെയിൽ, കുഞ്ഞ് ജനിച്ച തൊട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ട് അപ്പോൾ ജനിച്ചിപ്പോൾ എത്ര മാസമായി, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ നമ്മൾ ഔട്ട്സൈഡ് യു കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, ജനിച്ച കൊച്ച് പോവുക, വിസ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും നമ്മൾ പോയിട്ടില്ല. പിന്നെ സ്കൂളിൽ ജനിച്ച പാടെ സ്കൂളിൽ പോവില്ല. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം നോ കൊടുക്കുക. പിന്നെ സെക്കൻഡ് പാരൻറ്റിനെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം അമ്മയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അച്ഛനെയും കൂടെ ആഡ് ചെയ്യുക, അച്ഛനാണെങ്കിൽ അമ്മേനെയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അടുത്ത പേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവർ രണ്ടുപേരുമാണ് ലീഗൽ പാരൻസ് ആണെന്ന് തോന്നുന്നു ചോദ്യം. വേറെ ഏതെങ്കിലും ലീഗൽ പാരൻസ് ഉണ്ടോയെന്ന്, പാരൻസോ ഗാർഡിയനോ ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഇല്ല, നമ്മൾ അച്ഛനും അമ്മയും മാത്രം ഉണ്ടായതുകൊണ്ട് അപ്പോൾ അത് കൊടുക്കുക. പിന്നെ റെസ്പോൺസിബിലിറ്റി ആർക്കൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് 2 ആൾക്കും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 2 ആൾക്കും കൊടുക്കാം. അപ്പോൾ ഒരാൾക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് യു കെ ട്രാവൽ ഹിസ്റ്ററി. അപ്പോൾ യു കെയിൽ നിന്ന് എങ്ങോട്ടും പോകാത്തത് കാരണം ട്രാവൽ ഹിസ്റ്ററി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം നോ ആണ് കൊടുക്കേണ്ടത്. വേൾഡ് ട്രാവൽ ഹിസ്റ്ററിയും ഒന്നുമില്ല, അത് നോ കൊടുക്കുക. പിന്നെ അടുത്തത് പ്രോബ്ലംസ് വിത്ത് ഇമിഗ്രേഷൻ ടു ദ യു കെ, അങ്ങനെയും ഇപ്പം നിലവിലൊന്നുമില്ല, അപ്പോൾ അതും നോ കൊടുക്കുക. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് വിത്ത് ഇമിഗ്രേഷൻ ടു കൺട്രീസ് അതർ ദാൻ യു കെ,
അതും ഒന്നുമില്ല. കാരണം ജനിച്ച് ഇത്ര മാസമായ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒന്നുമില്ല. റീച്ച് ഓഫ് UK ഇമിഗ്രേഷനിലോ അതും ഒന്നുമില്ല. ലീഗലായിട്ടൊന്നും കയറിയിട്ടൊന്നുമില്ല. നമ്മൾ ലീഗലി തന്നെ വന്നത്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് UK. അപ്പം നമുക്ക് കുഞ്ഞിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് യെസ് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ നോ കൊടുക്കുക. എനിക്കുണ്ടായിരുന്നുകൊണ്ട് ഞാനത് അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു. അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിനെല്ലാം നമ്മൾ ആൻസർ ചെയ്യുക. അത് കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ പ്രീവിയസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എവിടെ വെച്ചായിരുന്നു, അപ്പോൾ ഏതായിരുന്നു, ഹോസ്പിറ്റലായിരുന്നോ ക്ലിനിക്കിലായിരുന്നോ എന്നൊക്കെയുള്ള. അപ്പം ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കൊടുക്കുക. പിന്നെ ഏത് ഹോസ്പിറ്റലാണെന്നുള്ളത് അത് ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് കഴിയുമ്പം പിന്നെ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. പബ്ലിക് ഫണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളെല്ലാം നോ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും റെസ്പോൺസിബിൾ അഡൽട്ട് ഫോർ ബയോമെട്രിക്. അപ്പം അതിലിപ്പോൾ ഒരാളുടെ പേര് കൊടുക്കുക. അപ്പം ഞാൻ ചെയ്യുന്നതുകൊണ്ടും അപ്പം ഞാൻ എൻ്റെ പേര് കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പേര് കൊടുത്തു. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും രണ്ടാളെയും കൊടുക്കാൻ പറ്റത്തില്ല. ഞാനത് നോക്കി. അപ്പോൾ ഒരാളെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കൊടുത്തു. പിന്നെ അടുത്തതെന്ന് പറയുമ്പം പാരൻ്റാണോ ലീഗൽ ഗാർഡിയനാണോ? അതെ. അപ്പോൾ അതും കഴിഞ്ഞു. പേജ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഈ കൊടുത്തതെല്ലാം നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് തന്നെ ഡിക്ലറേഷനാണ്. അപ്പം നമ്മൾ ഡിക്ലറേ ചെയ്യുകയാണ്. അപ്പോൾ ഡിക്ലറേഷൻ എടുത്തിട്ട് അതിന് മുന്നേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഡിക്ലറേഷന് മുന്നേ അപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റുമാണ് മാൻഡേറ്ററി. പിന്നെ വേറെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺസെൻറ്റ്, പാരൻസിൻ്റെ കൺസെൻറ്റ് ലെറ്ററും ഒക്കെ വേണം. അപ്പം ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും മാത്രമേ വേണ്ടി വന്നുള്ളൂ. പിന്നെ മറ്റേ റെഡ് ബുക്ക് വേണ്ടി വന്നില്ല. അപ്പം ഇത് ആപ്ലിക്കൻ്റ് അണ്ടർ 18 ആണ് ഡിക്ലറേഷനിൽ കൊടുക്കുക. അപ്പോൾ അതെല്ലാം കഴിയുമ്പം അണ്ടർ 18 ആണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഞാനാണ് അപ്ലൈ ചെയ്തതെന്നുള്ള രീതിയിൽ. ഇനി പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 324, പ്രയോറിറ്റി ആണെങ്കിൽ 824, സൂപ്പർ പ്രയോറിറ്റി ആണെങ്കിൽ 1324. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മതിയായതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡാണ് കൊടുത്തത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിപ്പം ഒരാഴ്ച ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെയാണ് കിട്ടുക. അതോരോരുത്തർ ചിലപ്പം എനിക്ക് ആദ്യം ഇതേപോലെ ഇതിന് മുന്നേ പിള്ളേരുടെയൊക്കെ വിസ എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഒറ്റ ദിവസം, അതായത് ഞാൻ രാവിലെ പോയി അന്ന് തന്നെ വൈകുന്നേരം എനിക്ക് വിസ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു കഴിയുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇതിനകത്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് തന്നെ ഫർദർ ആക്ഷനകത്ത് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. ബുക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മൾ ബുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ അടുത്തൊരു പേജാണ് വരുന്നത്. പേജ് വരുന്നതെന്ന് പറഞ്ഞാൽ TLS ആണോ അതെ, TLSൻ്റെ പേജ് വരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ നമ്മൾ ലോഗിൻ ID ചെയ്യുക, യൂസർ നെയിമും പാസ്വേഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് എപ്പോഴാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തെറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.